കണ്ടന്ത്ര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മതിൽ തകർന്നതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് PTA പ്രസിഡന്റ് ബാവ മാഹിൻകുട്ടി. സമീപത്തെ പറമ്പിൽ നിന്ന് മരം വെട്ടുന്നതിനിടെ സ്കൂളിന്റെ പഴയ കെട്ടിടഭിത്തി ഇടിഞ്ഞു വീഴുകയായിരുന്നുവെന്നും ഇത് പൂർണ്ണമായും പുനർനിർമ്മിച്ചു നൽകാമെന്ന് അയൽവാസി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്കൂൾ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ PTA നടപടി തുടങ്ങിയതായും പ്രസിഡന്റ്. കണ്ടന്തറ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ചുറ്റുമതിൽ ഒരു ഭാഗം തകർന്നു വീണതിനെക്കുറിച്ച് നാട്ടിൽ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് PTA പ്രസിഡന്റ് ബാവ മാഹിൻകുട്ടി വ്യക്തമാക്കി. സ്കൂളിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് വൃക്ഷങ്ങൾ വെട്ടിക്കൊണ്ടുപോകുന്നതിനിടെയാണ് സ്കൂളിന്റെ പഴയ കെട്ടിടത്തിന്റെ ഭാഗമായി നിന്ന ഭിത്തി ഇടിഞ്ഞു വീണത്. PTA ആവശ്യപ്പെട്ടതിനനുസരിച്ച് സമീപവാസി ഈ മതിൽ പൂർണ്ണമായും കെട്ടി നൽകാമെന്ന് അറിയിച്ചിട്ടുള്ളതാണെന്നും 75 വർഷത്തോളം പഴക്കമുള്ള മതിൽ പൂർണ്ണമായും പൊളിച്ച് പുതിയത് നിർമ്മിക്കാമെന്നും അയൽവാസിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ വ്യക്തി ഉറപ്പ് നൽകിയതാണെന്നും പ്രസിഡന്റ് അറിയിച്ചു. എത്രയും വേഗം ഈ മതിൽ പുനർനിർമ്മിക്കാനിരിക്കെ ചിലർ അനാവശ്യ പരാതികളുമായി മുന്നിട്ടിറങ്ങി വാർത്തകൾ സൃഷ്ടിക്കുകയാണെന്നും ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നുമാണ് ബാവ മാഹിൻകുട്ടി പറയുന്നത്. ഇതിന്റെ ഭാഗമായി സ്കൂളിന്റെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് PTA എന്നും അദ്ദേഹം വ്യക്തമാക്കി. 10 വർഷത്തോളമായിട്ട് ഒട്ടനേകം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിവരാവകാശങ്ങളും പരാതികളുമാണ് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. ഒരു 3, 4, 5 വിജിലൻസ് അന്വേഷണങ്ങൾ തന്നെ ഈ കാലയളവിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ രീതിയിൽ സ്കൂളിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥരെ, സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തി അതിനെതിരെ പരാതി കൊടുക്കുകയും നാട്ടിൽ മുഴുവൻ കള്ള വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ജനങ്ങൾ അവിടെ വന്ന് കണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കണം. ഇന്ന് രാവിലെ പഞ്ചായത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും സ്ഥലം സന്ദർശിക്കുകയും അതിനു വേണ്ടിയുള്ള നടപടി പഞ്ചായത്ത് തന്നെ ഉചിതമായ നടപടിയെടുത്ത് അത് തീർക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്കൂൾ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങളിപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് സ്കൂളിൻ്റെ സ്ഥലം മുഴുവൻ താലൂക്ക് സർവേറെ വെച്ച് അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കയറി കിടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും കൂടി താലൂക്ക് സർവേറെ വെച്ച് അളപ്പിക്കണം എന്നുള്ളൊരു തീരുമാനം കൂടി സ്കൂൾ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ച് പോന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്